ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. മണാലിയിലെ ടിബറ്റിയൻ മോണസ്റ്ററിയുണ്ട്, ബുദ്ധന്മാർ. അപ്പം അതിൻ്റെ ഒരു എപ്പിസോഡ്, നമ്മുടെ എപ്പിസോഡ്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണും. മണാലി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 250 മീറ്ററും പിന്നെ ഇവിടുത്തെ ഒരു മാൾ റോഡുണ്ട് പഴയ, അവിടുന്ന് എത്തിയിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി എന്ന് പറയും ഇങ്ങോട്ടേക്ക്. അതായത് കുളുവിലും മണാലിയിലും സ്ഥിരതാമസമാക്കിയ ടിബറ്റൻ ജനതയുടെ സമ്പന്നമായ സംസ്കാരത്തെയും ചരിത്രത്തെയും പ്രതിനിധീകരിക്കുന്ന നിരവധി വർണ്ണാഭമായ ആശ്രമങ്ങൾ മണാലിയിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണിത്. ഇത് ധാരാളം വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറേ കടൻ്റെ സൈഡിൽ കൂടി അങ്ങനെ പോകണം. അങ്ങനെ വന്നിട്ട് ഇതിലെ അങ്ങനെ, ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പുറത്ത് കൂടി ഉണ്ടായിരുന്നു മുമ്പ് എൻട്രൻസ്, ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ടിപ്പോൾ ഈ ഒരു ഭാഗമാണ് എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് കയറാം. ഇവിടെ നല്ല കളർഫുള്ളായിട്ട് കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറണം. അവിടെ നമ്മൾ ചെരുപ്പ് പുറത്ത് അയച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് കയറാൻ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഞങ്ങളങ്ങനെ പോവുകയാണ് ഞാൻ. ഇവിടുത്തെ ആശ്രമത്തിൻ്റെ പേര് ഹിമാലയം നിംഗൻമാബ ഗോംബ എന്നാണ് പറയുക. 2005 ദലൈലാമയാണ് ഈ ആശ്രമം ഉദ്ഘാടനം ചെയ്തത്. ഈ മണാലിയിലെ കൈസ് ഗ്രാമം എന്ന് അവിടേക്ക് പറയുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള വഴി. അപ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഭയങ്കര കളർഫുള്ളാണ് ഇവിടങ്ങളുള്ളത്. വലിയൊരു പ്രതിമ ഉണ്ട്. ഇത് 3 നിലയാണ് ഈ ഒരു കെട്ടിടം നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാഗത്തെ ആ ഫ്ലോർ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞാണ്. ആ പ്രതിമ നിൽക്കുന്ന ആ ഭാഗത്തുള്ള അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉയർത്തി വെച്ചൊക്കെയാണ്. ഇനി നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്നിങ്ങനെ കാണാം. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെപ്പാണ്. അതിൽ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബുദ്ധൻ്റെ തലൻ്റെ ഭാഗം മാത്രം കാണാം. ആ ഭാഗത്തേക്ക് ഇതിൻ്റെ ഫ്ലോറില്ല. അങ്ങനെ നല്ല ഹൈറ്റിൽ നിൽക്കുന്നതാണ്. ചൈനയിൽ ഇതേപോലെ തന്നെ ഉണ്ട്, നല്ല ഹൈറ്റിൽ. മണാലിയിൽ ഇത് മാത്രമൊന്നുമല്ല, വേറെയുണ്ട് ബുദ്ധൻ്റെ അമ്പലങ്ങൾ. ഈ അമ്പലം നിൽക്കുന്നത് ഇവിടുത്തെ മാൾ റോഡ്, ഫേമസ് ആയിട്ടുള്ള വലിയ മാള്, കുറേ കടകളൊക്കെ ഉള്ള അതിനടുത്തും ഈ വാൻ വിഹാർ പാർക്കുണ്ട് ഇവിടെ. ആ ഒരു പാർക്കിൻ്റെ അടുത്തായിട്ടാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഇത് ഈ അമ്പലത്തിനോട് ചാരിയിട്ടുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഒരുപാട് ഏരിയ ഉണ്ട് ഇതിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് ഈ പരിസരത്ത്. ഇതുവരുടെ ഒരു ആചാരത്തിൽപ്പെട്ടതാണ്. അതായത് മനുഷ്യ ജീവിതചക്രത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ചക്രങ്ങൾ കറക്കുന്നത് നിങ്ങൾക്ക് മോക്ഷം നൽകുമെന്ന് ബുദ്ധമതക്കാർ വിശ്വസിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നെ അമ്പലത്തിനോട് ചാരിയിട്ടുള്ള ആ ഒരു ഭാഗമാണിത്. പിന്നെ അതിന് പുറമെ ഈ ഒരു ഭാഗത്ത് താമസക്കാരൊക്കെ ഉണ്ട്. റെസിഡൻഷ്യൽ ഏരിയയാണ്. അതിന് പുറമെ ഷോപ്പിംഗ് ഏരിയയാണ് ഒക്കെ കൂടിയുള്ള ഭാഗത്ത്. താഴത്തൊക്കെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിലൊക്കെ താമസക്കാരുണ്ട്.
അതിൻ്റെ അപ്പുറത്തൊരു പാർക്കുണ്ട്, ബസ് സ്റ്റാൻഡുണ്ട്. അപ്പോൾ ഇവിടുന്ന് മടങ്ങാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ്. ഇതായിട്ട് പുറത്തേക്ക് കിടക്കുക. നല്ല കളർഫുള്ളായിട്ട് നല്ല പെയിൻ്റൊക്കെ എടുത്ത് ഉഷാറാക്കിയിരിക്കുന്നത്. ഇവിടെ അങ്ങനെ അൽ ഖരീം ചിക്കൻ പോയിൻ്റ് ഉണ്ട്. കുറേ താമസക്കാരുള്ള ഏരിയ ഉണ്ട്, അതുപോലെ കടകളുള്ള ഏരിയ ഉണ്ട്. ഈ ഭാഗം ഒന്നായിട്ട് ഒരു പുല്ല് അതിൻ്റെ മുകളിൽ വീടിൻ്റെ മുകളിൽ കൂടെ ഒന്നായിട്ട് പടർന്ന് നിൽക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.